ഹായ് ഓൾ, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോൺ ടെന്നിൻ്റെ ഫേമസ് വർക്കായിട്ടുള്ള ഗുഡ് മോറോ എന്ന് പറയുന്ന പോമിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ട് നോക്കാം. ജോൺ ഡൺ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് മെറ്റാഫിസിക്കൽ പോയറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സ് ഇമാജിനറി ഡീപ്പ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഒക്കെയാണ് അദ്ദേഹത്തിനെ കൂടുതൽ ഫേമസ് ആക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ റിലീജിയൻ, ലവ്, ഫിലോസഫി, ഹ്യൂമൻ എക്സ്പീരിയൻസസിനെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം കൂടുതലായിട്ട് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മെയിൻ വർക്ക്സ് എന്ന് പറയുന്നത് ദ ഗുഡ് മോറോ, ദ സൺ റൈസിങ്, കാനോണൈസേഷൻ, എ വാലഡിക്ഷൻ, ഫോർവേഡിങ് മോർണിംഗ്, ദ ഫ്ലീ, എത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത്. ഗുഡ് മോറോ എന്ന് പറയുന്നത് ജോൺ ഡണ്ണിൻ്റെ ഒരു ലവ് പോമാണ്. ഈ ഒരു പോം പബ്ലിഷ് ചെയ്യുന്നത് 1633 അദ്ദേഹത്തിൻ്റെ സോങ്സിൻ്റെയും സോണറ്റ്സിൻ്റെയും കളക്ഷനിലാണ് അദ്ദേഹം ഈ ഒരു പോം പബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു പോം 3 സ്റ്റാൻസാണ് വരുന്നത്. ഓരോ സ്റ്റാൻസയിലും 7 ലൈൻസ് ആണുള്ളത്. റൈമിംഗ് സ്കീം എന്ന് പറയുന്നത് ABABCCC ആണ്. ഈ ഒരു പോം എന്ന് പറയുന്നത് പോയറ്റ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത് 2 സോളിനോട് ഗുഡ് മോർണിംഗ് പറയുന്നതായിട്ടുള്ള ഒരു മോർണിംഗ് ലവ് സോങ് ആണിത്. ഈ ഒരു പോം ഫോക്കസ് ചെയ്യുന്നത് 2 സോളുകൾ തമ്മിലുള്ള ലവിൻ്റെ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് സ്റ്റാൻസയിൽ പോയിറ്റ് മെൻഷൻ ചെയ്യുന്നത് അതായത് ഒരു സാങ്കല്പിക സ്വപ്ന ലോകത്ത് ഒരു കുട്ടിക്കളി പോലെ ആക്ട് ചെയ്യുന്ന സമയത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസയിൽ ഉണർന്നിരിക്കുന്ന സോളുകൾക്ക് പാഷൻ ഓഫ് ലവ് എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ട് മോർണിംഗിനെ അദ്ദേഹം വിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റാൻസയിൽ പോയറ്റും തൻ്റെ ബിലവഡും തമ്മിൽ സെപ്പറേറ്റ് ആവാൻ കഴിയാത്ത രീതിയിൽ അവർ ഒന്നിച്ചു എന്നതാണ് തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസ ബിഗിൻ ചെയ്യുന്നത് ഒരു റെട്ടറിക്കൽ ക്വസ്റ്റ്യനെ തൻ്റെ ബിലവഡിനോട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോമിയുടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ ലവ് പ്ലഡ്ജിന് മുമ്പായിട്ട് അവരെന്താണ് ചെയ്തതെന്ന് ആലോചിച്ചിട്ട് പോയറ്റ് അത്ഭുതപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലവേഴ്സ് എന്ന് പറയുന്നത് മദറിൻ്റെ മിൽക്ക് കുടിക്കുന്ന ഫീഡിങ് ചിൽഡ്രൻസ് ആണോ എന്ന് പോലും പോയറ്റ് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ പോയറ്റ് പറയുന്നുണ്ട് അദ്ദേഹം ഒരിക്കലും ബിലീവ് ചെയ്യുന്നില്ല, അതായത് ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതിന് മുമ്പ് ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പോയറ്റ് വിശ്വസിക്കുന്നില്ല. ഇതിലൊരു 7 സ്ലീപ്പേഴ്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതായത് റോമൻ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻസിനെതിരെ നടന്നിട്ടുള്ളൊരു പീഡനത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ എഫെസസ് എന്ന് പറയുന്ന നഗരത്തിൽ ഒരു ഭാഗത്ത് ഒരു കേവിൽ, അതായത് ഗുഹയിൽ അവർ ഒളിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 300 വർഷത്തോളം അവരവിടെ ഒളിച്ച് ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ ആളുകളെയാണ് 7 സ്ലീപ്പേഴ്സ് എന്ന പേരിൽ പറയുന്നത്. ഇതിൽ പോയിട്ട് പറയുന്നുണ്ട് ഇവർ ബേസിക് ആയിട്ടുള്ള സുഖങ്ങൾ ആസ്വദിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് മുമ്പ് 7 സ്ലീപ്പേഴ്സിൻ്റെ ജീവിതം പോലെ 300 വർഷവും മിറാക്കുലസ് സ്ലീപ്പിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ഒരു ബിലവഡിനെ പോയിട്ട് 7 സ്ലീപ്പേഴ്സുമായിട്ടാണ് കമ്പാരിസൺ നടത്തുന്നത്. പോയിട്ട് തൻ്റെ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നൽകുന്നത് തൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റിലുള്ള റിലേഷൻഷിപ്പിന് മുമ്പുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഒരു ഭാവന പോലെ അല്ലെങ്കിൽ ഒരു ഡ്രീം പോലെയാണെന്ന് അദ്ദേഹം ആൻസർ നൽകുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പോയിട്ട് പറയണം, അതായത് പോയിട്ട് ഏതൊരു വുമണിനെ കണ്ടിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ അവൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് അവളുടെ പോയിറ്റിൻ്റെ ബിലവഡിൻ്റെ റിഫ്ലക്ഷൻ കൊണ്ട് മാത്രമാണെന്നാണ് പോയിട്ട് പറയുന്നത്. സെക്കൻഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഫിസിക്കൽ ലവിൽ നിന്ന് സ്പിരിച്വൽ ലവിലേക്കുള്ള ഒരു ചേഞ്ചാണ് കാണിക്കുന്നത്. അതായത് പോയറ്റ് ലോങ് സ്ലീപ്പിൽ ഏർപ്പെട്ടിട്ടുള്ള ഈ ഒരു സോള് വേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ സോളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. അത് ഒരിക്കലും അവരുടെ ലവിൽ എന്തെങ്കിലും കളങ്കപ്പെട്ടു പോകുമോ, ലോസ് ചെയ്തു പോകുമോ എന്നുള്ള ഭയം കൊണ്ടല്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നാണ് പോയറ്റ് പറയുന്നത്. അവരുടെ ലവ് എന്ന് പറയുന്നത് മറ്റു സൈറ്റിംഗ് പ്ലഷറിലേക്ക് പോകുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അവരുടെ ലവ് അവരുടെ സ്മോൾ റൂമിനെ വൈഡ് വേൾഡ് പോലെ ആക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ പോയിട്ട് പറയുന്നുണ്ട്, അതായത് സീ എക്സ്പ്ലോറേഴ്സിന് പുതിയ വേൾഡ് കണ്ടെത്താൻ കഴിയുമെന്നും അതുപോലെ കാർട്ടോഗ്രാഫേഴ്സ്, അതായത് പുതിയ വേൾഡിൽ പുതിയൊരു ഭൂപ്രകൃതി കണ്ടുപിടിക്കാൻ മാപ്പിൽ പുതിയൊരു വേൾഡ് കണ്ടുപിടിക്കാനും കഴിയുമെന്നും പോയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ലവേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ഒരു വേൾഡേ ഉള്ളൂ. അവർ ആ ഒരു വേൾഡിൽ അവരുടെ ലവ് 2 പേരും തമ്മിൽ ലവ് എക്സ്പ്ലോർ ചെയ്യുമെന്നാണ് പറയുന്നത്.
തേർഡ് സ്റ്റാൻസയിൽ സ്പീക്കർ വീണ്ടും തൻ്റെ ബിലവിഡിനെ ഡയറക്റ്റ്ലി അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുകയാണ്. അതായത് അവരുടെ ഫേസുകൾ അവരുടെ കണ്ണുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നും അതുപോലെ അവരുടെ ഹാർട്ടിൻ്റെ പ്യൂരിറ്റി, ആ ഒരു ശുദ്ധി അവരുടെ ഫേസിൽ വിസിബിൾ ആവുന്നുണ്ടെന്നും പോയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. പോയിട്ട് പറയുന്നുണ്ട്, അതായത് വെസ്റ്റിൻ്റെ ഡാർക്ക്നെസ്സും നോർത്തിൻ്റെ കോൾഡ്നെസ്സും രണ്ട് ബെറ്റർ ഹെമിസ്ഫിയർ ഇല്ലാതെ ഒരിക്കലും കണ്ടെത്താൻ കഴിയില്ല എന്നും. അതുപോലെ തന്നെ പോയിട്ട് പറയുന്നുണ്ട്, ഒരു വസ്തു മരിക്കുകയാണെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ ഭാഗങ്ങൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് മിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് അത് മരിക്കുന്നതെന്നാണ് പോയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പോയിട്ട് പറയുന്നുണ്ട്, രണ്ട് സോളുകൾ തമ്മിൽ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി മാച്ചാണ്, അല്ലെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ലവിന് യാതൊരു വിധത്തിലുള്ള ലോസ് സംഭവിക്കില്ല എന്നും, പെർഫെക്റ്റ്ലി മാച്ച് ആണെങ്കിൽ അവർ ഈക്വലി ലവ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ലവ് എന്ന് പറയുന്നത് എറ്റേണൽ ആണെന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പോമിൽ മെയിനായിട്ട് പോയിട്ട് പറയുന്നത്.